ഓം ശാന്തി. അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ഇന്ന് വതനത്തിൽ ബാബയുടെ സമീപത്ത് എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഇതാണ്. ഇന്ന് ചില കത്തുകൾ നോക്കുകയായിരുന്നു. ധാരാളം കത്തുകളുണ്ട്. ബാബയുടെ സമീപത്ത് വച്ചിരിക്കുകയായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ അത് നോക്കുകയും ചെയ്യുകയായിരുന്നു, വായിക്കുകയും ചെയ്യുകയായിരുന്നു. മുന്നിൽ ബാബയെ കാണവേ ഞാൻ പറഞ്ഞു, ബാബ ഇന്ന് വിശേഷിച്ച് ടീച്ചേഴ്സ് സഹോദരിമാരുടെ ഓർമ്മകളുമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ ഒരു സെക്കൻഡ് പുഞ്ചിരിക്കുവാൻ തുടങ്ങി. ബാബ പറഞ്ഞു, കുട്ടി, ഇന്ന് ബാബ വിശേഷിച്ച് തൻ്റെ ഹംജിൻസ്, അതായത് സമാന വിഭാഗത്തിലുള്ളവരും ഗുരുഭായി, അതായത് ഒരേ ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാർ അഥവാ സഹപാഠികളുമായിരിക്കുന്ന ടീച്ചേഴ്സ് സഹോദരിമാരെ കാണുകയാണ്. അവരുടെ കത്തുകളും വായിക്കുകയാണ്. ബാബയുടെ ദൃഷ്ടി തൻ്റെ ഹംജിൻസും ഗുരുഭായിയുമായ ടീച്ചേഴ്സ് സഹോദരിമാരെ പ്രതി വളരെ ദൂരെ വരെയും എത്തിച്ചേരുന്നു. അതിനെക്കുറിച്ച് ബാബ പറഞ്ഞു, കുട്ടി, ലോകത്തിൽ വിശേഷിച്ച് ഗുരുവിൻ്റെ ദിവസം വരുമ്പോൾ വിശേഷിച്ച് ഗുരുവിൻ്റെ ശിഷ്യന്മാർ അയാളുടെ പാദങ്ങളിൽ വീഴുന്നു. അവർ അവരുടെ യഥാശക്തി അനുസരിച്ച് എന്തെല്ലാം നൽകുവാൻ സാധിക്കുമോ അത് അവർക്ക് നൽകുന്നു. എന്നാൽ ബാബ തൻ്റെ ഹംജിൻസായ പുത്രിമാരെ നോക്കുകയാണ്. ഭാവിയിൽ ബാബയ്ക്ക് സമാനം ആകുന്നവരാണ്. അവരുടെ വിശേഷ ലക്ഷ്യവും പുരുഷാർത്ഥവും ബാബ വിശേഷ രൂപത്തിൽ നോക്കുകയാണ്. എപ്രകാരമാണ് ബാബയുടെ ഈ കുട്ടികൾ എത്ര പ്രയത്നത്തോടെയും എത്ര പുരുഷാർത്ഥത്തോടെയും സ്വയം തന്നെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു, തൻ്റെ സമാന വിഭാഗത്തിലുള്ള സഹോദരന്മാരെയും തയ്യാറാക്കുന്നത് എന്നത് നോക്കുന്നു. പിന്നെ ബാബ അതിനെക്കുറിച്ച് പറഞ്ഞു, ഭക്തിയിലാണെങ്കിൽ ഒരു ഗുരു തൻ്റെ ശിഷ്യനെ തൻ്റെ കീഴിൽ വയ്ക്കുന്നു. എന്നാൽ ഇവിടെ ബാബ തൻ്റെ കുട്ടികളെ, വിശേഷിച്ച് ടീച്ചേഴ്സ് സഹോദരിമാരെ തനിക്ക് സമാനം ആക്കുന്നതിൻ്റെ പുരുഷാർത്ഥം കത്തുകളുടെ രൂപത്തിൽ നോക്കുകയാണ്. ബാബ പറഞ്ഞു, എൻ്റെ പുത്രിമാർ ബാബയ്ക്ക് സമാനം ആകുന്നവരാണ്, ഹംജിൻസ് ആകുന്നവരാണ്. ബാബ പറഞ്ഞു, ഹംജിൻസ് ആണെങ്കിലും ചില കുട്ടികളിൽ ചില കുറവുകൾ ബാബ കാണുന്നു. അത് മുന്നിൽ വെച്ച് തന്നെ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യുന്നു, അറ്റൻഷൻ വയ്ക്കുന്നു. അപ്പോൾ ബാബയും ആ കുട്ടികളുടെ മേൽ വിശേഷിച്ച് വരദാനത്തിൻ്റെ ഹസ്തം വയ്ക്കുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബാബയുടെ ദൃഷ്ടി തൻ്റെ സമാന വിഭാഗത്തിലുള്ള ടീച്ചേഴ്സ് സഹോദരിമാരുടെ മേലുണ്ട്. എത്ര സ്നേഹത്തോടെ, ത്യാഗത്തിലൂടെയും തപസ്യയിലൂടെയും തൻ്റെ സേവനങ്ങളെയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ സമാന വിഭാഗത്തിലുള്ള സഹോദരന്മാരെയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു, അതിനാൽ ബാബയ്ക്ക് ഇത് കാണവേ വളരെയധികം ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടാകുന്നു. സംഗമത്തിൽ ബാബ തൻ്റെ കുട്ടികൾക്ക് ബാബ് സമാൻ ആകുന്നതിൻ്റെ ഈ വരദാനം അഥവാ ആശീർവാദം നൽകുന്നു. ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ബാബ ഓരോരോ ടീച്ചേഴ്സ് സഹോദരിമാർക്കും ചിലതൊക്കെ വരദാനത്തിൻ്റെ രൂപത്തിൽ നൽകുന്നതായി തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാബയ്ക്ക് ഓർമ്മകൾ നൽകുന്നതിനോടൊപ്പം അനുവാദം വാങ്ങി തിരികെ എത്തിച്ചേർന്നു. ഓം ശാന്തി.